2001 സെപ്റ്റംബർ 11 തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ ഒരു തീവ്രവാദി ആക്രമണമായിരുന്നു സാൻ ബെർണാഡിനോ ഷൂട്ടിംഗ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ പ്രദേശത്ത് നിന്നും ഒരു 10-15 മിനിറ്റ് അപ്പുറയായിട്ടാണ് സാൻ ബെർണാഡിനോ. ഈ പ്രദേശത്ത് പാകിസ്ഥാനികളായ ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് അവർ തന്നെ ജോലി എടുക്കുന്ന ഒരു സ്ഥാപനം ആയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ 80ഓളം പോകുന്ന അവരുടെ സഹപ്രവർത്തകർ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന വേളയിൽ ഇവർ ഇരച്ചു കയറുകയും 14ഓളം അവരുടെ സഹപ്രവർത്തകരെ വധിക്കുകയും 20ഓളം പേർക്ക് അതീവ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്ത ഒരു തീവ്രവാദ ആക്രമണമായിരുന്നു സാൻ ബെർണാഡിനോ ഷൂട്ടിംഗ്. ഈ അവസരത്തിൽ എനിക്ക് പിറകിലായി കാണുന്നതാണ് ഇസ്ലാമിക് സെൻറ്റർ ഓഫ് റിവർസൈഡ്. അത് ഒരു മുസ്ലിം പള്ളിയും ആ സമുച്ചയത്തിൽ തന്നെ അതിൻ്റെ പിറകിലായിട്ട് ഒരു സ്റ്റുഡൻസിന് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കൂളും സ്ഥിതി ചെയ്യുന്നു. അന്നത്തെ അന്വേഷണങ്ങളിൽ FBI-യും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും കണ്ടുപിടിച്ചത് ഈ ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെയാണ് അവരുടെ ആരാധനക്രമങ്ങൾക്ക് വേണ്ടി വന്നതും എല്ലാ വെള്ളിയാഴ്ചകളും നിസ്കരിക്കാനായിട്ട് എത്തിയിരുന്നത്. ഈ ഒരു മുസ്ലിം പള്ളിയിൽ നിന്നാണ് അവർ തീവ്രവാദവൽക്കരിക്കപ്പെട്ടതും അവർക്ക് ആ ഒരു ആക്രമണം അയച്ചുവിടുന്നതിനുള്ള പ്രചോദനം കിട്ടിയത്. ഭാര്യ പാകിസ്ഥാനിൽ നിന്ന് എത്തിയതും ഭർത്താവ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരു പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള വ്യക്തിയുമായിരുന്നു. എനിക്ക് ഈ സ്ഥാപനവുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ട്. എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ വിട്ടിരുന്നു. അവർ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലഘട്ടത്തിൽ 5-6 വയസ്സ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും അന്നാളിൽ മതസൗഹാർദ്ദം മതേതരത്വം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഇവിടെ ഈ സ്കൂളിൽ ഫീസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നല്ലൊരു ഫീസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഞാൻ മറ്റു സ്കൂളുകളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിരുന്നുണ്ടെങ്കിൽ പബ്ലിക് സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് വിടാമായിരുന്നു. പക്ഷേ എന്നോട് ചില എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു, ഇസ്ലാമിക സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വിട്ടുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അച്ചടക്കത്തോടെ വളരും, അവർ ഭാവിയിൽ നല്ല പൗരന്മാരായി തീരുമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് 1 വർഷം എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ വിട്ടത്. അന്നാളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ തിരിച്ചു സ്കൂളിൽ വരുന്ന സാഹചര്യത്തിൽ അവർ വളരെ നിരാശരായിരുന്നു. അവരോട് അന്ന് നമ്മളപ്പോൾ ചോദിച്ചിരുന്നു, ഞാനപ്പോൾ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നങ്ങൾ എന്താണ്? അപ്പോൾ ഈ സ്കൂളിൽ വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവരോട് പറയുമായിരുന്നു, നിങ്ങൾ മുസ്ലിം അല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ വന്നത്? അതോടൊപ്പം തന്നെ പാകിസ്ഥാനികളായ അവിടുത്തെ അധ്യാപകർ ക്ലാസ്സിൽ അവരെ പഠിപ്പിച്ചിരുന്നത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ എന്നും നമ്മുടെ ശത്രുക്കളാണ്, അവരുമായിട്ട് ഇടപഴകണം, അവരുമായിട്ട് എങ്ങനെ തീവ്ര നിലപാടിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ചാണ് ആ ക്ലാസ്സുകളിൽ തന്നെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഇത് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ഒരു 7 വയസ്സുകാരൻ കുഞ്ഞിരുന്ന് അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോന്ന് നമ്മളോട് എല്ലാവരോടും പറയുന്നൊരു സാഹചര്യം. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞാൻ പിന്നീട് എനിക്ക് തന്നെ തോന്നിയത്, ഞാൻ ഒരു മതേതരവാദിയും മതസൗഹാർദ്ദത്തിൻ്റെ വക്താവാകുന്നതിലും ഭേദം എനിക്ക് ഒരു വർഗീയവാദി എന്നോ ക്രിസംഗി എന്നോ സംഘി എന്നോ അറിയപ്പെടുന്നതായിരിക്കും ഉത്തമം. കാരണം അതാണ് ഏറ്റവും നല്ലതായിട്ടെന്ന് ഞാൻ തീരുമാനമെടുത്തത് അങ്ങനെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഈ പ്രദേശം ഇതിൻ്റെ പിറകിലായിട്ടാണ് UCR, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ റിവർസൈഡ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടുപിറകിലായിട്ടാണ്. തന്നെയുമല്ല, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ജനങ്ങളെല്ലാം വളരെ ശാന്തിയിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണ്. ഇത്തരം സമാധാനത്തോടും സ്നേഹത്തോടും അധിവസിക്കുന്ന ഈ പ്രദേശത്താണ് ഇത്ര വലിയൊരു തീവ്രവാദ പ്രവർത്തനം ഇവർ നടത്തിയത്. അതിനൊരു കാരണവുമില്ല, മതം മാത്രമാണ് കാരണം. അവർ പറയുന്നത് അത്ര നാളും സ്നേഹത്തോടെ തോളിൽ കൈയിട്ട് നടന്നിരുന്നവരെയാണ് അവർ വെടിവെച്ച് കൊന്നത്. അവരുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ തല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ പ്രവർത്തിച്ച് സൗഹൃദത്തോടെ നടന്നിരുന്നു. തന്നെയുമല്ല, ഈ സംഭവത്തിന് ഒരു 2-3 ആഴ്ച മുമ്പായിട്ട് ഈ ഒരു സ്ത്രീക്ക് വേണ്ടി ബേബി ഷവർ ഒരുമിച്ച് പാർട്ടി നടത്തുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർ ആക്രമിച്ചത്, മതത്തിൻ്റെ പേരിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അത് ഈ ഒരു പ്രദേശത്ത് അവർക്കൊരു
ഷോക്കായി. അമേരിക്കക്കാർ എത്ര ശാന്തനോ വിനയമുള്ളവരാണോ അത്ര തന്നെ അലർട്ടും വിജിലൻറ്റുമാണ് അവർ. ഇവരെ അങ്ങനെയൊരു സാഹചര്യത്തിൽ, അങ്ങനെയൊരു സാഹചര്യം, അങ്ങനെയൊരു തീവ്രവാദ ആക്രമണം അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണം സംഭവിച്ച വേളയിൽ ഒരു സൊസൈറ്റികളും കമ്മ്യൂണിറ്റീസും എല്ലാം ഒരുമിച്ച് കൂടുകയും എന്താണ് ഇതിന് കാരണം എന്നുള്ളൊരു ചർച്ച നടന്നിരുന്നു. അപ്പം ഞാനും ഈ ഒരു ചർച്ച കാണാനിടയായി. ആ അവസരത്തിൽ ഇവിടെ ഇരുന്ന് ഒരു കറുത്ത വർഗ്ഗക്കാരി വേദിയിലിരുന്ന് പ്രസംഗിക്കുകയായിരുന്നു. നമ്മൾ തീവ്രവാദത്തിനെതിരെ ശക്തമായി നേരിടണം, നമ്മൾ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. ശാന്തമായൊരു പ്രസംഗം മുന്നോട്ട് പോകുന്നു. ഇസ്ലാമിക തീവ്രവാദം, തീവ്രവാദത്തിന് മതമില്ല, ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ നേരിടേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളൊരു പ്രസംഗം മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലസ്തീനി സ്ത്രീ, പെൺകുട്ടി പിറകിലായി നിന്നിട്ട് പറയണ്, ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിലെ ഇസ്ലാമിക തീവ്രവാദം എന്നും പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും കൂടി. അത് പറഞ്ഞതും ഈ കറുത്ത വർഗ്ഗക്കാരി പ്രസംഗിച്ചുകൊണ്ടിരുന്ന വേദിയിലിരുന്നവർ എഴുന്നേറ്റിട്ട് വളരെ അവരുടെ വികാരം എന്ന് പറയുന്നത് അത്തരം ഒരു ഭീകരമായൊരു സംഭവം ഇവിടെ നടന്നിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് പാലസ്തീൻ ഒറിജിനായിട്ടുള്ളൊരു സ്ത്രീ എഴുന്നേറ്റ് വന്നപ്പോൾ അവരുടെ എല്ലാ നിയന്ത്രണം വിട്ടു. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏകദേശം കൈരളി ചാനൽ, മീഡിയ വൺ ചാനലിലുള്ളൊരു ലൈനാണ്. ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ മൊത്തമായിട്ടുള്ള മതത്തിനെ അങ്ങനെ സാമാന്യവൽക്കരിക്കുന്നു എന്നുള്ളൊരു ലൈനിലാണ് അങ്ങനെയുള്ള വാക്കുകൾ. ഒറ്റപ്പെട്ട സംഭവം എന്നങ്ങാനും ഇന്ന് ഈ പ്രദേശത്ത് ആരോടെങ്കിലും, അതെങ്കിലും അമേരിക്കയിൽ മൊത്തമായിട്ട് ഒരു തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഇനിയെങ്ങാനും പറയാനായിട്ട് തുനിഞ്ഞാൽ അവർ പ്രതികരിക്കുന്നത് അത്ര ശക്തമായിട്ടായിരിക്കും. തന്നെയുമല്ല, ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പ്രദേശത്ത് ഞാൻ കേട്ട വളരെയധികം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നും വളരെയധികം ജനങ്ങൾ ഈ മതം വിട്ടുപോകുക. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. കാരണം വെറുതെ ജനങ്ങളെ ആക്രമിച്ച് തീവ്രവാദം നടത്തി കൊല്ലുക, അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അവർ മതം വിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ പ്രദേശത്തുണ്ടായത്. ആ ഒരു അടുത്ത കാലത്ത് തന്നെയാണ് 2016 ഫ്രാൻസിലൊരു വൈദികനെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴുത്ത് വെട്ടിക്കൊന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വാൾ സ്ട്രീറ്റ് ജേർണലിലെ സൊഹ്റാബ് അഹ്റാമി എന്നൊരു തീവ്ര മുസ്ലിം ജേർണലിസ്റ്റ്, അദ്ദേഹം 2 കൈ പൊക്കിയിട്ട് കരഞ്ഞിട്ട് പറയായിരുന്നു, ഞാൻ ഈ മതം വിടുകയാണ്, ഞാൻ ഈ സമാധാനത്തിൻ്റെ മതം എന്നും പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലുന്ന മതത്തിനെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെയുള്ള ഒരു പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവർ അന്ന് ആ മതം വിട്ടു പോകുന്ന സാഹചര്യമാണ്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സമാധാനത്തിൻ്റെ മതം എന്നും പറയുന്നു, ഒപ്പം തന്നെ ആൾക്കാരെ ചുട്ടുകൊല്ലുന്നു. ഈ ഒരു സാൻ ബെർണാർഡിനോ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇത് റിവർ സൈഡ് കാലിഫോർണിയയിലുള്ള ഒരു സിറ്റിയാണ്. കാലിഫോർണിയയിൽ, സദേൺ കാലിഫോർണിയയിൽ തന്നെയുള്ള ലോസ് ഏഞ്ചലസിലായിരുന്നു ഞാൻ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ലോസ് ഏഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. അന്നാളിൽ എൻ്റെ സീനിയർ ഓഫീസേഴ്സിൽ നിന്നും എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഒരു വീഡിയോയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കാനിടയായി. അപ്പോൾ കേട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഒരു ലോൺ വുൾഫ് അറ്റാക്കാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് യാതൊരു മുന്നറിയിപ്പും നൽകാതെ സൗഹൃദത്തിലെ വന്നവർ ആയിട്ട് നടക്കുന്നവരെ തന്നെ, തോളിൽ കൈയിട്ട് നടക്കുന്നവരെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം. ലോൺ വുൾഫ് അറ്റാക്സാണിത്. അതിനെ ഒരു പക്ഷേ ലോ എൻഫോഴ്സ്മെൻറ്റിനോ മറ്റോ പെട്ടെന്ന് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം ഇവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണത്. എപ്പോൾ വേണമെങ്കിലും തീവ്രവാദം പൊട്ടിപ്പുറപ്പെടാം. ആ ഒരു സാഹചര്യം വളരെ ഒരു ദയനീയമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. ഈ വിഭാഗത്തിൽ ഈ വിശ്വാസ പ്രമാണമായി കൊണ്ടു നടക്കുന്നവരെ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവം, എൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കാൻ വിട്ടത് അത് ഇന്നും ആ കുഞ്ഞുങ്ങൾ മറക്കില്ല. അവരെ അവിടെ പഠിപ്പിച്ച കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ അവരോട് ചോദിക്കുക, നിങ്ങൾ മുസ്ലിം അല്ല, എന്തിനാ ഞങ്ങളുടെ സ്കൂളിൽ വന്നതെന്ന്. അത്രയും വിഷമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കേരളത്തിലും
ഇതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ വക ടെൻഡൻസികൾ നമ്മുടെ കൊച്ചു കേരളത്തിലും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അരിയും മലരും കുന്തിരികയും ഒരുക്കി വെച്ചോളാനൊക്കെ പറയുന്നത്. നമുക്ക് വേണ്ടത് ഇതിനെ തടയുന്നതിനുള്ള ഭരണാധികാരികൾ അധികാരത്തിൽ വരേണ്ടതും അത് തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ വഴി നമ്മളത് കാണിക്കേണ്ടതും വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിനീതമായിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് അപേക്ഷിക്കുന്നു.